ചരിത്രപ്രസിദ്ധമായ ഏകാദശി നിറവിൽ ഗുരുവായൂർ. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ഇന്ന് അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ദശമി ദിവസത്തിൽ പുലർച്ചെ 3 തുറന്ന നട നാളെ രാവിലെ അടയ്ക്കും. സുപ്രീംകോടതി വിധി പ്രകാരം ഉദയാസ്തമന പൂജയോടെയാകും ഇത്തവണ ഏകാദശി ആഘോഷിക്കുക. ഓരോ 5 പൂജകൾ കഴിഞ്ഞാൽ 1 മണിക്കൂർ തുടർച്ചയായി ഭക്തർക്ക് ദർശനം അനുവദിക്കും. സാനുകെ സജീവ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഗുരുവായൂർ ഏകാദശിക്ക് ഗുരുഭവനപുരി ഭക്തരെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. അതായത് ഈ ഏകാദശിക്ക് മുന്നോടിയായി തന്നെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തരാണ് ഈ ഗുരുഭവനപുരിയിലേക്ക് ഒഴുകി വന്നത്. അതായത് ശബരിമല തീർത്ഥാടന കാലമാണ്. ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ ഈ ശബരിമലയിലേക്കുള്ള തീർത്ഥാടകർക്കൊപ്പം തന്നെ ഈ ഗുരുഭവനപുരിയിലേക്ക്, ഈ ഗുരുവായൂരിലേക്ക് ഈ ഏകാദശി കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് ആയിരങ്ങൾ കൂടി എത്തിയതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ഗുരുവായൂർ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തിയവർ വിവിധ നടകളിലൂടെ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 53 മണിക്കൂർ തുടർച്ചയായിട്ട് ക്ഷേത്രം തുറന്നിരിക്കുക എന്ന പ്രത്യേകത കൂടി ഈ ഗുരുവായൂർ ഏകാദശിക്ക് ഇക്കുറിയുണ്ട്. അത് മാത്രമല്ല, ഈ ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉദയാസ്തമന പൂജ അത് വലിയ വിവാദങ്ങളിലേക്കൊക്കെ വലിച്ചിഴക്കപ്പെട്ട ഒരു കാലഘട്ടം കൂടി ഈ അവസരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഏകാദശി ദിവസം ഈ ഉദയാസ്തമന പൂജ നടത്തരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അത് തീർത്ഥാടകരുടെ അല്ലെങ്കിൽ ഭക്തരുടെ സുഗമമായിട്ടുള്ള ദർശനത്തിന് ഭംഗം വരുത്തുമെന്ന് കാണിച്ചുകൊണ്ട് ഈ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് കോടതിയിലേക്ക് പോയതും ഈ വർഷത്തെ ഈ ഗുരുവായൂർ ഏകാദശിയുടെ പ്രത്യേകതയാണ്. എന്തായാലും ഇത്തരത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പോകുന്ന സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്ത്രിയും ഒപ്പമുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഇത് മറികടക്കുന്നതിന് വേണ്ടി തന്ത്രിയുടെ കുടുംബത്തിലുള്ളവർ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ളവർ തന്നെ മറുകേസുമായിട്ട് പോവുകയും അതേപോലെ തന്നെ ഹൈക്കോടതിയിൽ അതായത് ഉദയാസ്തമന പൂജ നടത്താം എന്ന് ശരിവെക്കുകയും പിന്നീട് അത് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിലൂടെ അത് അംഗീകരിക്കുകയും ചെയ്തു. അതായത് സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇക്കുറി ഈ ഗുരുവായൂർ ഏകാദശിക്ക് ഉദയാസ്തമന പൂജ കൂടി നടക്കുക എന്നതും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. എന്തായാലും വലിയൊരു ഭക്തജന തിരക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. നമുക്ക് ഈ നിരവധി ആളുകൾ ഈ കണ്ണനെ ഒന്ന് കാണാൻ വേണ്ടി, ഏകാദശി ദിവസം ഒന്ന് കാണുന്നതിന് വേണ്ടി ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാര്യങ്ങൾ അവരോട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചറിയാവുന്നതാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഈ ദിവസം വന്ന് കണ്ണനെ കണ്ട് തൊഴുന്നതിൽ എന്തെങ്കിലും സന്തോഷമുണ്ടോ? അതിയെ സന്തോഷം. ഇന്ന് രാവിലെയാണോ എത്തിയത്? അല്ല, ഇന്നലെ. തീർച്ചയായിട്ടും ഇന്നലെ വന്നവരാണ്. ഇന്നലെ അവർ കാത്തു നിന്നു. അതിനുശേഷം രാവിലെ ദർശനം നടത്തി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ നടയുടെ ഭാഗം പൂർണ്ണമായിട്ടും ഭക്തരെ കൊണ്ട് പുറത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇതേ സമാന നിലയിൽ തന്നെയുള്ള അവസ്ഥയാണ് മറ്റ് നടകളിലും മറ്റ് പ്രദേശങ്ങളിലും. എങ്ങനെയൊക്കെ ഗുരുവായൂരിലേക്ക് എത്താമോ ആ വഴികളെല്ലാം തീർത്ഥാടകരെ കൊണ്ട്, ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ക്യാമറമാൻ VM മണികൃഷ്ണയ്ക്കൊപ്പം സാനുകെ സജീവ്, ജനം, തൃശ്ശൂർ.